and iOS 26 beta 4 is released. ഈ ഒരു അപ്ഡേഷൻ എൻ്റെ ഫോണിൽ വന്നിരിക്കുന്നത് ഏകദേശം 2.3 GB ഐഫോൺ 11-ൽ വന്നിരിക്കുന്നത്. മിക്കവാറും കുറേ ഡിവൈസുകൾക്ക് 12 GB വരെയും ഈ പറഞ്ഞ അപ്ഡേഷൻ സൈസ് പോയിട്ടുണ്ട്. അത് നിങ്ങളുടെ ഡിവൈസിൻ്റെ അപ്ഡേഷൻ സൈസും അതോടൊപ്പം ലാസ്റ്റ് ഏതെങ്കിലും അപ്ഡേഷൻ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു അപ്ഡേഷൻ്റെ ഫയൽ സൈസും കൂടെ ആഡ് ഓൺ ചെയ്തിട്ടാണ് ആ ഒരു ഹ്യൂജ് സൈസ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേയധികം പുതിയ അപ്ഡേറ്റ്സും റിലീസ് ചെയ്യുന്നുണ്ട്. വാച്ച് OS റിലീസ് ചെയ്യുന്നുണ്ട്, മാക് OS, tvOS, വിഷൻ OS എന്നിങ്ങനെ പുതിയ കുറേയധികം ബീറ്റാസും റിലീസ് ചെയ്തായിരുന്നു. ലാസ്റ്റ് ഡേ ആപ്പിൾ iOS 18.6-ൻ്റെയും പുതിയ ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തായിരുന്നു. സോ ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസ് പറയാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് പക്ഷേ അത് വലിയ ഹെൽപ്പ് തന്നെയായിട്ടായിരിക്കും മാറാൻ പോകുന്നത്. സോ തുടക്കം തന്നെ നമുക്ക് ഈ പറഞ്ഞ അപ്ഡേഷൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ ജനറലിൽ പോയി കണ്ടിട്ട് എബൌട്ട് സെക്ഷനിലേക്ക് പോകാം. ചെറിയൊരു ബഗ് നിങ്ങൾക്കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും. തുടക്കം തന്നെ നമുക്കൊരു ബഗ് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ആപ്പ് ക്ലോസ് ചെയ്യാം. അതുകൊണ്ട് ഒന്നുകൂടെ സെറ്റിങ്സ് എടുക്കാം. ഈ പറഞ്ഞ കുറച്ചധികം സമയം ലോഡ് ചെയ്യാൻ തന്നെ നമുക്ക് എടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ ബഗ് എല്ലാം നമ്മുടെ സെക്കൻഡറി ഫോണിലായതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ ഇല്ലാത്ത. പ്രൈമറി ഫോൺ ആണെങ്കിൽ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എല്ലാ ബഗ്ഗും ഇതേപോലെ നിങ്ങളുടെ പ്രൈമറി ഫോണിൽ ചെയ്യും. അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് നേരെ ഈ പറഞ്ഞ ജനറലിൽ പോവാം. എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ആപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26 23A5297i എന്ന് നമുക്ക് കുറച്ചധികം ബേറ്റാസും കൂടെ ഇനി ഒഫീഷ്യൽ അപ്ഡേഷൻ വരെ കാണാനുണ്ടാവും. ഈ ഒരു അപ്ഡേഷനിൽ പുതിയ മോഡേൺ ഫോമിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പ്രൂവ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ലിക്വിഡ് ഗ്ലാസ് തിരിച്ചു വന്നിരിക്കുകയാണ്. ബീറ്റ 3-ൽ ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് എഫക്റ്റിലേക്ക് ആപ്പിൾ കൊണ്ടുപോയായിരുന്നു. പക്ഷെ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആപ്പിൾ പ്രൊമോട്ട് ചെയ്ത ലിക്വിഡ് ഗ്ലാസ് തിരിച്ചു വന്നു. നമുക്ക് ആപ്പിൾ മ്യൂസിക് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് നല്ല രീതിക്ക് തന്നെ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നുണ്ട്. ഞാൻ ജസ്റ്റ് ലൈറ്റ് മോഡ് ഇട്ട് കാണിച്ചു തരാം. ലൈറ്റ് മോഡ് ഓൺ ചെയ്യുക. ഇനി നമ്മുടെ ഈ പറയുന്ന ഓപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ആ ഒരു ഫീൽ, ആ ട്രാൻസ്ലൂസൻസി, അതോടൊപ്പം ആ ഒരു UI-യുടെ ബാക്ക്ഗ്രൗണ്ടിലെ ചേഞ്ച് കറക്റ്റായിട്ട് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷന് മാത്രമല്ല ത്രൂ ഔട്ട് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തിലും ഈ പറയുന്ന ഗ്ലാസ് എഫക്റ്റ് അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആപ്പിൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റ് ആക്ച്വലി അതിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സെറ്റിങ്സിൽ നമുക്ക് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ 3D ടച്ച് വന്നപ്പോൾ അതിൻ്റെ ഫേം നമുക്ക് എത്ര പ്രഷർ കൊടുക്കണം, ലൈറ്റ്, ഡിഫോൾട്ട്, മീഡിയം, ഹാർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതേ സെയിം ഫീച്ചർ ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിനും എല്ലാവർക്കും ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് വെക്കുമ്പോൾ ഇപ്പോൾ ഞാൻ ആപ്പ് സ്റ്റോറിൽ പോയി കുറേയധികം കൂട്ടുകാർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല. അതെ ഇങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇവിടെ എന്താ എഴുതിയേക്കാന്ന് കുറേയധികം ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന ലെജിബിൾ അല്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്ന റീഡബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ കുറേയധികം ആൾക്കാർ കംപ്ലൈൻറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കുറേയധികം ആൾക്കാർ പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഞാൻ പറയുന്നത് ഈ പറയുന്ന ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി ഇല്ലേ, അത് നമുക്ക് സെറ്റിങ്സിൽ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്ന കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കുമെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് എന്തായാലും കമൻറ്റ് ചെയ്യുക. അടുത്ത വന്ന ചേഞ്ച് എനിക്ക് പേഴ്സണലി കുറച്ചും കൂടെ നല്ല ഇഷ്ടപ്പെട്ടതാണ്. അതോടൊപ്പം ഇംപ്രൂവ്ഡ് ആയ ഒരു ചേഞ്ചാണ്. ഇത് നമ്മുടെ ലോക്ക് സ്ക്രീനാണ്. ഈ ഒരു ലോക്ക് സ്ക്രീനിൽ ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. ഇനി ഞാൻ എൻ്റെ നോട്ടിഫിക്കേഷൻ പുള്ളപ്പ് ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഡൈനാമിക്കലി കുറച്ചും കൂടെ ഡാർക്കർ ആയത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ചും കൂടെ ബ്ലാക്ക് ആയി, അതായത് നമ്മുടെ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ നമുക്ക് പുള്ളപ്പ് ചെയ്ത് വായിക്കണമെങ്കിൽ ആ റീഡബിലിറ്റി അല്ലെങ്കിൽ ലിജിബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയാണ് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആവുന്നത് അല്ലെങ്കിൽ ഡൈനാമിക്കലി മാറി എൻ്റെ വാൾപേപ്പർ കുറച്ചുകൂടെ ബ്രൈറ്റായി. ഈ പറയുന്ന മാറ്റം ലോക്ക് സ്ക്രീനിൽ എനിക്ക് നല്ല രീതിക്ക് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയായിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ കണ്ടോ ബ്ലാക്കായി, ഒന്നും കൂടെ നോക്കുമ്പോൾ നമുക്കത് വൈറ്റായി അല്ലെങ്കിൽ കുറച്ചുകൂടെ ലൈറ്ററായി. ഈ പറഞ്ഞ ചേഞ്ച് കുറേയധികം കൂട്ടുകാർ ആവശ്യപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, ഇൻക്ലൂഡിങ് ഞാൻ ഉൾപ്പെടെ
എൻ്റെ ഈ പറഞ്ഞ ലോക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറഞ്ഞു. ഈ കംപ്ലൈൻറ്റ് സോൾവ് ചെയ്തു ആപ്പിൾ ആ ഡൈനാമിക് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കിക്കൊണ്ട്. അതേ സെയിം ഓപ്ഷൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് ഈ പറഞ്ഞ ലിക്വിഡ് ഗ്ലാസ് എഫക്റ്റിൻ്റെ ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഓരോ ആൾക്കാരുടെയും ആവശ്യമനുസരിച്ച് ആ ഒരു ഇൻറ്റൻസിറ്റി കൺട്രോൾ ചെയ്ത് നമുക്ക് റീഡബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തൊരു കാര്യമാണ് പുതിയൊരു ഡൈനാമിക് വാൾപേപ്പർ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നേരെ സെറ്റിംഗ്സ് എടുക്കാം, താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വാൾപേപ്പർ സെക്ഷൻ എടുക്കാം, ആഡ് ന്യൂ വാൾപേപ്പർ കൊടുക്കാം. സ്ക്രോൾ ഡൗൺ ചെയ്ത് നേരെ താഴത്തേക്ക് പോകുമ്പോൾ നമ്മുടെ iOS-ൽ ടാപ്പ് ചെയ്യുമ്പോൾ പുതിയ ഡൈനാമിക് എന്നുള്ള വാൾപേപ്പർ സെലക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഓട്ടോമാറ്റിക്കലി ഡൈനാമിക്കലി ഈ പറഞ്ഞ വാൾപേപ്പർ കളർ ഷിഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ഷാഡോ എന്ന് പറഞ്ഞ ഈ ഒരു വാൾപേപ്പറാണ്. iOS-ൻ്റെ ഈ ഒരു വാൾപേപ്പർ കളക്ഷൻസ് 4K അല്ലെങ്കിൽ അൾട്രാ HD നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ഈ ഒരു വാൾപേപ്പർ ഡൗൺലോഡ് ചെയ്യാനാണ്. അടുത്തൊരു ചേഞ്ച്, ആപ്പിൾ ഓരോ അപ്ഡേഷനിലും അല്ലെങ്കിൽ ഓരോ കൊല്ലവും കുറേയധികം പ്രൈവസി പോളിസീസും പ്രൈവസി ഓപ്ഷൻസും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. ഇവിടെയും ഫോൺ ആപ്പിൽ നമുക്ക് നല്ലൊരു പ്രൈവസി ഓപ്ഷനാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നേരെ സെറ്റിങ്സ് എടുക്കാം, സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയിട്ട് നമ്മുടെ സെർച്ചിൽ ഫോൺ ഒന്ന് സെർച്ച് ചെയ്യാം, ഫോൺ ആപ്പ് എടുക്കാം. അവിടെ താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക സെഗ്രിഗേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സോർട്ട് ഔട്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്. സ്ക്രീൻ അൺനോൺ കോളേഴ്സിലാണ് ആ ഒരു ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നെവർ ആസ്ക് ഫോർ റീസൺ ആൻഡ് സൈലൻസ് എന്നുണ്ട്. നെവർ എന്ന് പറയുമ്പോൾ നമുക്ക് അൺനോൺ ആയ കോളേഴ്സിന് അല്ലെങ്കിൽ അൺനോൺ ആയുള്ള നമ്പേഴ്സിന് ഈ പറഞ്ഞ കോള് പോലും വരില്ല, റിങ് ചെയ്യില്ല. നമ്മുടെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കോള് കട്ട് ചെയ്യും അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കും. അടുത്തത് ആസ്ക് റീസൺ ഫോർ കോളിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു ബിസി ഡേ ആണ്, അന്ന് കുറേയധികം കോൾസ് വരുമ്പോൾ അൺവാണ്ടഡ് കോൾസ് എസ്പെഷ്യലി പ്രൊമോഷൻ കോൾസ്, റീചാർജ് ചെയ്യുക എന്ന് പറഞ്ഞുള്ള കോൾസ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അബദ്ധത്തിൽ എടുത്തു പോകാറുണ്ട്. ഈ പറഞ്ഞ കോൾസ് ഒന്നും നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു കോൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോൺ ആദ്യം സ്ക്രീൻ ചെയ്യും. എന്താണ് ആവശ്യം, എന്തുകൊണ്ടാണ് ആവശ്യം എന്നുള്ള കാര്യം ഓട്ടോമാറ്റിക്കലി സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ പോപ്പപ്പായി കോൾ വരിക. അതുകൊണ്ട് തന്നെ നമുക്ക് അൺനോൺ ആയ കോളേഴ്സിന് കോൾ എടുക്കണം എന്നുള്ള നിർബന്ധം നമുക്ക് വേണ്ട വരില്ല. അടുത്തത് സൈലൻസ്. യൂഷ്വലി നമ്മൾ കാണുന്ന പോലെ തന്നെ കോൾ വരുമ്പോൾ ഈ പറഞ്ഞ വോയിസ് മെയിലും ബാക്കി കാര്യങ്ങളും കറക്റ്റായിട്ട് ആക്സസ് ചെയ്യാനാണ് സൈലൻസ് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു ഫോൺ ആപ്പിലെ പ്രൈവസി ഓപ്ഷൻസ് എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം കുറേയധികം കൂട്ടുകാർക്ക് ഈ പറയുന്ന സ്ക്രീനിങ് നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സും അവരുടെ ഡെയിലി ലൈഫിൽ കുറേയധികം അൺവാണ്ടഡ് കോൾസ് എടുക്കാനുള്ള സമയവും വെറുതെ വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യവും വരില്ല. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ക്യാമറ ആപ്പിലാണ്. ഈ ഒരു ബെയ്റ്റയിൽ ക്യാമറ ആപ്പിൻ്റെ ഐക്കൺ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ക്യാമറ ആപ്പിൻ്റെ ഐക്കൺ മാറിയപ്പോൾ തന്നെ കുറേയധികം ലീക്കും റൂമേഴ്സും വരുന്നത് വരാൻ പോകുന്ന iPhone 17 ഏതെങ്കിലും ഒരു ക്യാമറ ഐക്കണോ ക്യാമറ ഫീച്ചേഴ്സോ എന്തെങ്കിലും റിസംബ്ലൻസ് ചെയ്യാനായിരിക്കും ഈ ഒരു ഐക്കൺ ഇപ്പം മാറ്റിയെന്ന്. അത് വെറുതെ ആവും അല്ലെങ്കിൽ വെറുതെ പറയാണ് എന്ന് നമുക്ക് പറഞ്ഞ് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ആപ്പിളിലെ വാൾപേപ്പറിലും ഈ പറഞ്ഞ ക്യാമറ ഓപ്ഷൻസും ക്യാമറ റെഫറൻസ് വരെ ആപ്പിൾ കൊണ്ടുവരാറുണ്ട്. സോ iPhone 17 എന്തെങ്കിലും മേജറായ ക്യാമറ അപ്ഗ്രേഡോ അല്ലെങ്കിൽ ക്യാമറ ഫീച്ചേഴ്സോ റിസംബ്ലൻസ് ചെയ്യാനായിരിക്കും ഈ പറഞ്ഞ ആപ്പ് ഐക്കണം മാറിയത്. അതോടൊപ്പം ഈ പറഞ്ഞ ക്യാമറ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ പുതിയ ഒരു സ്പ്ലാഷ് സ്ക്രീനും വരുന്നുണ്ട്. ഈ പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വന്നിരിക്കുന്നത് സ്വൈപ്പ് ടു ക്യാമറ ഓപ്ഷൻ ചേഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനും നമുക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം എനിക്കിവിടെ ഫീൽ ചെയ്ത വേറൊരു ബഗ് ആയിരിക്കാം മേ ബി, ഈ പറഞ്ഞ ലെഫ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അടുത്ത ഓപ്ഷനിലേക്കാണ് പോകുന്നത്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ചോ, ഇവിടെ വീഡിയോയിലേക്കാണ് പോയത്. ഞാൻ നമ്മുടെ iOS 18 ക്യാമറ എടുക്കാം. ക്യാമറ ഓപ്ഷനിൽ ഇതുപോലെ ഫോട്ടോ, രണ്ട് ഫോണിലും ഇപ്പോൾ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്. ഞാൻ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തപ്പോൾ ആ പറഞ്ഞ പോർട്രേറ്റ് ഓപ്ഷനിലേക്ക് പോയി. പക്ഷേ ഞാൻ ഇവിടെ iOS 26 റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. അതോടൊപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്തപ്പോൾ ഫോട്ടോയിലേക്ക് പോയി. ഇവിടെ ഞാൻ ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്തപ്പോൾ ഫോട്ടോയിലേക്ക് പോയി. ആ ഒരു ചേഞ്ച് എനിക്കൊരു ബഗ്ഗായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. മേ ബി ഈ പറഞ്ഞ iOS 26 അടുത്ത ബേറ്റയിൽ ആ പറയുന്ന സ്വൈപ്പിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ സ്വൈപ്പിംഗ് ആ ഒരു പാറ്റേൺ കറക്റ്റായിട്ട് ആപ്പിൾ തിരിച്ചു കൊണ്ടിരുന്നു ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അടുത്ത വന്നിരുന്ന മാറ്റം ഒരു UI ചേഞ്ചിലാണ്. നേരെ സെറ്റിങ്സ് എടുക്കാം. ഇവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോകുമ്പോൾ നമുക്ക് പാസ്കോഡ് ആൻഡ് ഫേസ് ID എന്ന ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പുതിയ ഓപ്ഷൻ അല്ലെങ്കിൽ പുതിയ ഇൻ്റർഫേസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. യൂഷ്വലി നമുക്ക് കാണാത്ത ഒരു ഇൻ്റർഫേസ്. അതോടൊപ്പം ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് എല്ലാ കാര്യങ്ങളും അലൈൻ ചെയ്തിരിക്കുന്നത്
കാണാൻ പറ്റും. എപ്പോഴും ആപ്പിൾ സെൻട്രൽ അലൈനായിട്ട് വെക്കാറ്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ക്യാമറ ആപ്പിലും ആ സ്വൈപ്പിംഗ് മെക്കാനിസം ലെഫ്റ്റും റൈറ്റും തിരിയുന്നുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന കാര്യം ലെഫ്റ്റിലേക്ക് അലൈനായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷനിൽ വന്ന ബഗ്സ് ആൻഡ് ബഗ് ഫിക്സ് എന്ന് പറയുന്നത്, നമുക്ക് ആദ്യം ബഗ് ഫിക്സിന് തുടങ്ങാം. കുറേയധികം കൂട്ടുകാർക്ക് കോണ്ടാക്ട്സ് ആപ്പിൽ സെർച്ചിൻ്റെ ഓപ്ഷൻ ലഭിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ iOS 26 ഈ ഒരു ബേറ്റയിൽ സെർച്ച് ഓപ്ഷൻസ് തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും അത് ചെക്ക് ചെയ്യാം. ഈ ഒരു കോണ്ടാക്ട് ആപ്പിൻ്റെ സെർച്ച് സെക്ഷൻ ഇപ്പോൾ തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് വന്ന ഒരു പ്രൈമറി ബഗ്ഗാണ്. ഇവിടെ എല്ലാ ആപ്ലിക്കേഷൻസും ലിസ്റ്റ് ചെയ്തിട്ടില്ല ഈ ഫോൾഡറിൽ. സോഷ്യൽ മീഡിയ, യൂട്യൂബ് എന്നീ പറഞ്ഞ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേ ആപ്ലിക്കേഷൻസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നോക്ക്, ആകെ 2 ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്ക്, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇതോടൊപ്പം ഫോൾഡേഴ്സിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് കാണാൻ പറ്റാത്തത്. നമ്മുടെ ആപ്പ് ലൈബ്രറിയിൽ നമുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും ആക്സസ് ചെയ്യാം. പക്ഷെ പെട്ടെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഫോൾഡേഴ്സിലെ ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ പ്രൈമറി ഫോണിൽ ഈ പറയുന്ന iOS-ൻ്റെ ഒക്കെ ബേറ്റ ഇൻസ്റ്റാൾ ചെയ്തത് എന്ന് പറയുന്നത്. ഇതേപോലൊക്കെ പണി കിട്ടിക്കഴിഞ്ഞാൽ മുട്ടൻ പണിയായിരിക്കും നിങ്ങളുടെ ഫോൺ ഡെയിലി യൂസേജിന് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. ഇനി അടുത്തൊരു കാര്യം, എന്നാണ് iOS 26-ൻ്റെ പബ്ലിക് ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യാൻ പോകുന്നത്, ഇനി വരാൻ പോകുന്ന കുറച്ച് അപ്ഡേറ്റ്സും എന്നൊക്കെയായിരിക്കുന്ന കുറേയധികം കൂട്ടുകാർക്ക് അറിയാനുള്ള ആഗ്രഹമുണ്ട്. ഈ പറഞ്ഞ iOS 26-ൻ്റെ പബ്ലിക് ബേറ്റ മിക്കവാറും ഇന്ന് ഈ പറഞ്ഞ ജൂലൈ 23 റിലീസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ 24 ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ എന്തായാലും പബ്ലിക് ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യും. ആൻഡ് അടുത്ത വീക്കിലായിരിക്കും iOS 18.6-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും ലഭിക്കാൻ പോകുന്നത്. അതിനുശേഷം ഈ പറഞ്ഞ iOS 18.6-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിന് ശേഷം നമുക്ക് iOS 18.7-ൻ്റെ ഒരു പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യും. ഓഗസ്റ്റ് മന്ത് നമുക്ക് എന്തായാലും iOS 26-ൻ്റെ കുറേയധികം ബേറ്റാസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനുശേഷം സെപ്റ്റംബറിൽ നമുക്ക് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും ബേറ്റ സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം നമുക്ക് കാണാൻ പോകുന്നത് മെയിൻ ഇവൻറ്റും iOS 26-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും നമുക്ക് ഒരു മിഡ് ഓഫ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെയാണ് ഈ പറഞ്ഞ iOS-ൻ്റെ ഒരു സ്കെഡ്യൂൾ എന്ന് പറയുന്നത്. ഈ ഒരു പറഞ്ഞ പ്രോപ്പർ പാറ്റേൺ തന്നെ അപ്ഡേഷൻ വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇത് നമ്മുടെ പ്രഡിക്ഷൻ മാത്രമാണ്. ഈ പറഞ്ഞ പ്രഡിക്ഷൻസ് പൊതുവെ കറക്റ്റായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 26-ൻ്റെ പുതിയ അപ്ഡേഷൻസും ബാക്കി വിശേഷങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പ്രോപ്പർ പെർഫോമൻസും ബാറ്ററി ഇഷ്യൂസും അല്ലെങ്കിൽ ബാറ്ററി ബാക്കപ്പും പറയാനുള്ള ചാൻസ് ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, പെർഫോമൻസ് എനിക്ക് വലിയ ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ ബഗ്ഗുകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്യൂ ആയിട്ട് ഈ ഒരു അപ്ഡേഷനിൽ വന്നിരിക്കുന്നത്. ബാറ്ററി എനിക്ക് നേരത്തെ ഞാൻ കാണിച്ച പോലെ എനിക്ക് ബാറ്ററി ഹെൽത്ത് കുറച്ചധികം മോശമാണ്. കാരണം എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് തന്നെ 74 ആണ്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ 74% ബാറ്ററി ഹെൽത്താണ് എൻ്റെ ഡിവൈസിൽ കാണിക്കാറ്. യൂഷ്വലി ബേറ്റ അപ്ഡേറ്റ് ഇടുമ്പോൾ കുറേയധികം ബാറ്ററി ഡ്രെയിനും ബാക്കി കാര്യങ്ങളും യൂഷ്വലായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ ബേറ്റയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബാറ്ററി ഡ്രെയിൻ വരാറുണ്ട്. ആൻഡ് ഇനി ഹീറ്റിംഗ് ഇഷ്യൂ വരാണെങ്കിൽ എൻ്റെ ഡിവൈസ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ചൂടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ബാറ്ററിയുടെ പോർഷനും സൈഡ് റീൽസിലുമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ചൂട് ഫീൽ ചെയ്തത്. അതിനുശേഷം ഒരു 1 hour കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചൂട് പതുക്കെ കുറഞ്ഞു. അതെല്ലാ അപ്ഡേറ്റ്സും ചെയ്യുമ്പോൾ ആ ഒരു എക്സ്ട്രീം ചൂട് ഡിവൈസുകൾക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇതൊക്കെ നമ്മുടെ iOS 26-ൻ്റെ പുതിയ ബേറ്റയുടെ വിശേഷങ്ങളാണ്. ഈ പറഞ്ഞ കാര്യം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതേപോലെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ വീഡിയോ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയാസിലും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Jebin Xavier signing from Evica.